കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് 21 ആ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2025 ഓഗസ്റ്റ് 21 നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. 21 തീയതി ഓഗസ്റ്റ് 21 കോൾ മീ ടുമോറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിൻ്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അറിയേണ്ടത്, റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത്. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫെനി നെയ്നാൻ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഇതോടൊപ്പം പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. ഈ സ്ക്രീൻഷോട്ടിൽ ആകമായിട്ടുള്ളത് 1, 2, 3, 4 ഈ മൂന്നാമത്തെ പരാതിക്കാരി റിനി ആൻഡ് ജോർജ് അല്ല കേട്ടോ. മൂന്നാമത്തെ പരാതിക്കാരി ഫെനി നെയ്നാന് അയച്ചിരിക്കുന്ന 1, 2 ഓഡിയോ ക്ലിപ്പുകളാണുള്ളത്. അത് നമ്മൾക്ക് സ്ക്രീൻഷോട്ടിലൂടെ എന്താണെങ്കിലും കേൾക്കാൻ സാധിക്കില്ല അല്ലേ. ആ ഓഡിയോ ക്ലിപ്പുകൾ, ഒരു ഓഡിയോ ക്ലിപ്പ് 2 സെക്കൻഡ് മാത്രമുള്ളതാണ്, മറ്റൊരു ഓഡിയോ ക്ലിപ്പ് 9 സെക്കൻഡിനാണ്. ഈ 2 ഓഡിയോ ക്ലിപ്പിനും ഫെനി നെയ്നാൻ തിരിച്ച് അങ്ങോട്ട് മറുപടി പറഞ്ഞിരിക്കുന്നത് 2 ഓഡിയോ ക്ലിപ്പുകളിലാണ്. ഒന്ന് 4 സെക്കൻഡുള്ള ഓഡിയോ ക്ലിപ്പ്, മറ്റൊന്ന് 3 സെക്കൻഡുള്ള ഓഡിയോ ക്ലിപ്പ്. ഇതാണ് ഫെനി നെയ്നാൻ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എന്നിട്ട് കോൾ മീ ടുമോറോ എന്നുള്ളതാണ് ഇതിൻ്റെ ആ സ്ക്രീൻഷോട്ടിലുള്ള കാര്യം. അതിൽ RAG എന്നാണ് നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. RAG, റിനി ആൻഡ് ജോർജ്. ഓക്കെ, അത് നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, RAG, റിനി ആൻഡ് ജോർജ്. ആ RAG പറയുന്നത് റിക്കോൾ മീ ടുമോറോ ഓഗസ്റ്റ് 21. നിങ്ങൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ആൻഡ് ജോർജ് ആദ്യ വാർത്താ സമ്മേളനം നടത്തുന്നത് 2025 ഓഗസ്റ്റ് 20. ആ ഓഗസ്റ്റ് 20 വാർത്താ സമ്മേളനം വൈകിട്ടാണ് റിനി ആൻഡ് ജോർജ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തിയ റിനി ആൻഡ് ജോർജ് ഓഗസ്റ്റ് 21 ഈ മൂന്നാമത്തെ പരാതിക്കാരിയെ ആണ് ബന്ധപ്പെടുന്നത്. അന്ന് പരാതിക്കാരികൾ ഉണ്ടായിരുന്നില്ല. റിനി ആൻഡ് ജോർജ് അന്ന് പറഞ്ഞിരുന്നത്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞത്. അന്ന് പരാതിക്കാരില്ല. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അന്ന് ഒഫീഷ്യലി കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമത്തിന് മുന്നിൽ ഒരു പരാതിക്കാരി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവമെന്ന് പറയുന്നത്. അപ്പോൾ ആ റിനി ആൻഡ് ജോർജാണ് പരാതിക്കാരിയെ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് കോൾ മീ ടുമോറോ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി ഈ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനുള്ളത്, ഈ പരാതിക്കാരി ആ ഓഗസ്റ്റ് ആ സമയത്ത് എന്നെ ഇങ്ങനെ റിനി ആൻഡ് ജോർജ് ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്നോട് കോൾ മീ ടുമോറോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഫെനി നെയ്നാനോട് പറയുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നു. അതേ പരാതിക്കാരി ഫെനി നെയ്നാനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഞാനും കൂടി ഉള്ളോ? അപ്പോൾ ഫെനി നെയ്നാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത്? ഇതെല്ലാം വിളിച്ചു കൂവാൻ എന്നിട്ടൊരു ആശ്ചര്യ ചിഹ്നമാണ് അതിൻ്റെ കൂടെ. ഇനി ഞാനും കൂടിയേ ഉള്ളോ ഇതെല്ലാം വിളിച്ചു കൂവാൻ എന്നാണ് ആര് ചോദിക്കുന്നത്? ഈ പരാതിക്കാരി. ഇപ്പോൾ നമ്മൾ പരാതിക്കാരിയായിട്ട്, അതായത് 2026 ജനുവരിയിൽ പരാതിയുമായി വന്ന യുവതി 2025 ഓഗസ്റ്റിൽ ഫെനി നെയ്നാനോട് ചോദിക്കുന്നത്, ഇനി ഞാനും കൂടി ഉള്ളോ ഇതെല്ലാം വിളിച്ചു കൂവാൻ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആൾക്ക് ഇതെല്ലാം വിളിച്ചു കൂവാൻ എന്ന് പറയുമ്പോൾ ആ പരാതിക്കാരി 2026 ജനുവരിയിൽ പരാതിക്കാരിയായ വ്യക്തി, ആ വ്യക്തിക്ക് അന്ന് അത് പീഡനമായിരുന്നില്ല, അന്ന് ബലാത്സംഗമായിരുന്നില്ല, അന്ന് സാമ്പത്തിക ചൂഷണമായിരുന്നില്ല എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട വ്യക്തി, പീഡിപ്പിക്കപ്പെട്ട വ്യക്തി, ക്രൂരമായി ആക്രമിക്കപ്പെട്ട വ്യക്തി, ഈ വ്യക്തി സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട വ്യക്തി, ഈ വ്യക്തി അപ്പോഴും രാഹുൽ മാങ്കൂട്ട
2026 ജനുവരിയിൽ പരാതിക്കാരിയായ വ്യക്തിക്ക് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഉറ്റ ചങ്ങാതിയുമായി ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ അന്നവർക്കിത് പീഡനമായിരുന്നില്ല, അന്നവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല, അന്നവർക്ക് പീഡനമാണെന്ന് ബലാത്സംഗമാണെന്നുള്ള വാദം അവർക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇതൊക്കെ സ്നേഹമായിരുന്നേ. അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് 20 ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് റിനി ആൻഡ് ജോർജും സംഘവും പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അല്ലേ? ആ പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ വിവാദങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു? റിനി ആൻഡ് ജോർജിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് തുടങ്ങുന്നു അല്ലേ? അന്ന് മുതലല്ലേ ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്? അന്ന് മുതലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതമുള്ളവനാവുന്നത്? അന്ന് മുതലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകനാകുന്നത് അല്ലേ? അക്രമിയാകുന്നതും ക്രൂരാക്രമിയാകുന്നതും ക്രൂരനാവുന്നതും ഒക്കെ അന്ന് മുതലാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് റിനി ആൻഡ് ജോർജ് പരാതി നൽകിയില്ല? ഹോട്ടൽ മുറിയെടുത്ത് അങ്ങോട്ട് പോയ കൂട്ടത്തിൽ റിനി ആൻഡ് ജോർജ് ഉണ്ടായിരുന്നല്ലോ. കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നട്ടപ്പാതിരാക്കി വിളിച്ചു വരുത്തിയ കൂട്ടത്തിൽ റിനി ആൻഡ് ജോർജ് ഉണ്ടായിരുന്നല്ലോ. 24 മണിക്കൂറിനകം ദുരനുഭവം ഉണ്ടായി എന്ന് റിനി ആൻഡ് ജോർജ് പറയുന്നുണ്ടല്ലോ. എന്തേ പരാതി കൊടുക്കാത്തത്? എന്തേ രാഹുലിന് രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ റിനി ആൻഡ് ജോർജ്? അതോ ഈ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നോ? യെസ്, ഓഫ് കോഴ്സ്, പച്ചക്കള്ളങ്ങൾ വിളമ്പി രാഹുൽ മാങ്കൂട്ടത്തിനെ താറടിക്കാൻ. ഇനി നമുക്കറിയേണ്ടത് റിനി ആൻഡ് ജോർജിന് എത്ര കോടികൾ കിട്ടി എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടികൾ റിനിക്ക് കിട്ടി എന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വിളിച്ചു കൂവാൻ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത്, ഈ പെണ്ണ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ഓഡിയോ സന്ദേശങ്ങളാണ്. ഒരു 2 സെക്കൻഡിൻ്റെ, ഒരു 9 സെക്കൻഡിൻ്റെ. തിരിച്ച് മറുപടിയായിട്ട് ഫെനി നൈനാൻ അങ്ങോട്ട് 2 ഓഡിയോ ക്ലിപ്പുകൾ അയച്ചിട്ട് പിന്നെ വീണ്ടും ആ സ്ക്രീൻഷോട്ടിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് എന്നുള്ളതിന് ഈ പറയുന്ന പരാതിക്കാരി ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട് 5 സെക്കൻഡിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇത് ആരാ എന്നുള്ളതിന് മറുപടിയായിട്ട് റിനി ആൻഡ് ജോർജ് എന്ന് ഫുള്ളായിട്ട് എഴുതി വിടുന്നുണ്ട്. അപ്പോൾ ഈ അയച്ച സ്ക്രീൻഷോട്ടിൽ ഈ പറയുന്ന യുവതി ആ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് RAG എന്നാണ്. രാഹുൽ ഗാന്ധി എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ, റിനി ആൻഡ് ജോർജ് ആണ്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടമാണെന്നും പറയല്ലേ, റിനി ആൻഡ് ജോർജ് ആണ്. ആ റിനി ആൻഡ് ജോർജിൻ്റെ പ്രൊഫൈൽ പിക്ക് അടക്കം അതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഉത്തരമൊന്നാണ്, കോടികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇടപാടിന്, ഈ ഒരു കൂട്ടിക്കൊടുപ്പിന് നിന്നതിന്, ഈ ഒരു അവിഹിതത്തിന് നിന്ന് കൊടുക്കുന്നതിന് കോടികൾ റിനി ആൻഡ് ജോർജിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് AKG സെൻറ്ററിൽ നിന്നാണ് ആ പണം വന്നിട്ടുള്ളത്. ഏതുപോലെ അവിടെ ഈ ബീഹാറിലെയൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ഫണ്ട് അവിടെയുണ്ട്. ഈ രക്തസാക്ഷികളെ ഉണ്ടാക്കി രക്തസാക്ഷികളുടെ പണം കട്ടുമുടിക്കുന്ന ഫണ്ട് ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള അവിഹിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിഹിതങ്ങളും വ്യഭിചാരങ്ങളും തഴച്ച് വളർത്താൻ, അതിന് നട്ട് നനക്കാൻ വേണ്ടിയുള്ള കോടികൾ ഒരു ഫണ്ട് വിഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഫണ്ട് മറ്റൊന്നിനും ഉപയോഗിക്കില്ല. ഇപ്പം രക്തസാക്ഷിയുടെ ഫണ്ടൊക്കെ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ ഈ അവിഹിതങ്ങൾക്കുള്ള ഫണ്ട് അടിച്ചു മാറ്റൂല. കാരണം എന്താ? ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അവിഹിതങ്ങളുടെ പുറത്താണ്. ബ്ലൂ ഫിലിമുകളെ വെല്ലുന്ന രീതിയിലുള്ള, പൈങ്കിളി കഥകളെ വെല്ലുന്ന രീതിയിലുള്ള അവിഹിതങ്ങൾ മാത്രമുണ്ടെങ്കിലേ ഈ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇത്തരം അവിഹിതങ്ങളുടെയും വ്യഭിചാരങ്ങളുടെയും പുറത്താണ്, ഈ കൂട്ടിക്കൊടുപ്പിന് പുറത്താണ്. ഈ കൂട്ടിക്കൊടുപ്പിന് വേണ്ടിയിട്ട് കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സഖാവും കൈയിട്ട് വാരൂല. കാരണം എന്താ? അത് കഞ്ഞിയാണ്. ആ കഞ്ഞിയിൽ കൈയിട്ട് വാരിയാൽ തീർന്നല്ലേ. ബാക്കിയുള്ളതിലൊക്കെ കൈയിട്ട് വാരും. ഈ കഞ്ഞിയിൽ കൈയിട്ട് വാരും. പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അവിഹിതമാണ്.
ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തി, സ്ത്രീകളെ വിറ്റ്, സ്ത്രീകളുടെ മാനം പിച്ചി ചീന്തി, സ്ത്രീകളെ വിൽപ്പനച്ചരക്കാക്കി, സ്ത്രീകളെ ഇത്തരത്തിൽ പല രീതിയിലും അപമാനിച്ച് മാനം വിറ്റാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിണറായി വിജയൻ എങ്ങനെയാ കേരളത്തിന്റെ അധികാരത്തിൽ വന്നത്? കേരളത്തിന്റെ മഹാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്ന് തന്റെ കാമുകിയെ കൂട്ടിക്കൊടുത്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിന് തന്റെ കാമുകിയെ കൂട്ടിക്കൊടുത്തതിനുള്ള പ്രതിഫലമാണ് ഗണേശൻ ഇന്നിരിക്കുന്ന മന്ത്രി കസേര. ആ സരിത നായരെ മുന്നിൽ നിർത്തിയാണ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത്. ആ സരിത ഇന്ന് എവിടെ കിടക്കുന്നു? സരിത ഇന്ന് കിടക്കുന്നുണ്ട് വെല്ലൂരിലെ ആശുപത്രിയില്, പുഴുത്ത് പുഴുവരിച്ച് നാറി വെല്ലൂരിലെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. അപ്പോ മൂന്നാമതൊന്ന് അധികാരത്തിൽ വരാൻ, കാരണം മൂന്നാമത് അധികാരം ലക്ഷ്യമിടുമ്പോൾ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് പിണറായി വിജയനാ, കോൺഗ്രസ്സുകാരൻ പ്രതിപക്ഷത്താണ്. അവിടെ സ്ത്രീകളെ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖമായ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശക്തനായ MLA, രാഷ്ട്രീയ നേതാവ്, അയാളെ വീഴ്ത്താൻ റിനി ആൻജോർജിനെ പോലെയുള്ള കൂട്ടിക്കൊടുപ്പുകാരികൾ, ഈ പറയുന്ന സ്ത്രീകളുടെ ശരീരം വിറ്റ് നക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരികൾ, അവരെത്ര കോടികൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മനസ്സിലായില്ലേ? ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ചതുപോലെ പരാതിക്കാരി 2026 ജനുവരിയിലാണ് ഈ പരാതിക്കാരി ഉണ്ടാവുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ബന്ധപ്പെട്ടത് 2025 ഓഗസ്റ്റ് 21 എന്ന് പറഞ്ഞാൽ റിനി ആൻഡ് ജോർജ് പത്രസമ്മേളനം നടത്തുന്നത് 2025 ഓഗസ്റ്റ് 20 വൈകുന്നേരമാ അല്ലേ? ആ വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയ റിനി ആൻഡ് ജോർജ് പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ഇരുട്ടി വെളുത്തിയപ്പോ 21 ഇവരെ ബന്ധപ്പെട്ടു. നിങ്ങൾ പരാതിക്കാരിയാകുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ? കോൾ മീ ടുമോറോ റിനി ആൻഡ് ജോർജ് പറഞ്ഞതാണ്. കോടികൾ എത്ര വാങ്ങിയെന്ന് ഇനി അറിഞ്ഞാൽ മതി. ബാക്കി ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ഗൂഢാലോചനകളും മറനീക്കി പുറത്തേക്ക് വരികയാണ്.